ആ വാഹനം ഈ കസ്റ്റംസ് കമ്മീഷണറിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്. ഓ സാർ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പേടിച്ച് നിക്കറി മുള്ളി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്തും അയാൾ പറയുന്നത് നികുതി അടയ്ക്കാതെ വാഹനം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, കള്ളക്കടത്ത് ലഹരി കേസിലെ വണ്ടികളാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും ഇവർ ആരും ഡയറക്ട്ലി പോയെടുത്ത വണ്ടിയല്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞു, ഒരു ആഗ്രഹം തോന്നി, ഒരു ക്രൈസ് തോന്നി അവർ വാഹനം എടുത്തു. ആ വാഹനം എടുത്തത് ഒരു ക്രൈസിന്റെ മേലെടുത്ത വാഹനമാണ്. ആ വാഹനത്തിന്റെ പിന്നിൽ എന്തൊക്കെ ചതിക്കുഴികളുണ്ടെന്നുള്ളത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ PA വെച്ചിട്ടോ അവരുടെ മാനേജേഴ്സിനെ വെച്ചിട്ടായിരിക്കും ഈ വാഹനം എടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ തന്നെയും ഇവരെ ഈ രീതിയിലേക്ക് ഒരു പ്രതിപട്ടികയിൽ ചേർക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ അത് ഇവർക്ക് എവിടെ നിന്ന് വന്നു, ക്രിസംഗിക്ക് എവിടെ വന്ന് നിന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ആ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസംഗിക്ക് നരേന്ദ്രമോദിയോടുള്ള അഗാധമായിട്ടുള്ള ഒരു ഇഷ്ടവും ആരാധനയും ബഹുമാനവും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് ക്രിസംഗി സംഖ്യ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഈ സംഖ്യക്കുട്ടന്റെ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ നാടകം ഇതിനെല്ലാം ഒരു തിരശ്ശീല വീഴാൻ പോവുകയാണ്. ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇവർ കൊടുക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ